വേരിയൻസ് ഓഫ് പി എനും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് സാമ്പിൾ പ്രൊപ്പോർഷൻ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ ഒരു കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് വരുന്നത് നമുക്ക് ബെർണോളി പോപ്പുലേഷനിൽ, ബെർണോളി അല്ലെങ്കിൽ ബൈനോമിയൽ പോപ്പുലേഷനിലാണ്. ആസ് യൂഷ്വൽ നമ്മൾ x1 x2 etc xn denote a random sample of size n from a Bernoulli population. അങ്ങനെയാണെങ്കിൽ E of xi യും വേരിയൻസ് ഓഫ് xi യും നമുക്കറിയാം. നമ്മളത് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ മീനും വേരിയൻസ് ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ വി നോ ദാറ്റ് എന്ന് പറഞ്ഞ എഴുതുള്ളൂ. ഈ സാമ്പിൾ പ്രൊപ്പോർഷനെ നമ്മൾ പി എൻ എന്ന് ഡിനോട്ട് ചെയ്തു. അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എനും വേരിയൻസ് ഓഫ് പി എനും കണ്ടുപിടിച്ചു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. എഴുതൂ. Let a random sample of n observations. Let a random sample of n observations be taken from a random sample of n observations be taken from a Bernoulli population. A random sample of n observations be taken from a Bernoulli population B1P. A random sample of n observations be taken from a Bernoulli population B1P. Then expected value of xi equal to P and variance of xi equal to P into Q. Let Pn equal to 1 by n summation xi. Let Pn equal to 1 by n summation xi. Pn equal to 1 by n summation xi. Denote Pn equal to 1 by n summation xi. Denote the sample proportion. Then expected value of Pn equal to expected value of Pn ഉം variance of Pn എഴുതാം. ബോർഡിലുണ്ട്, നോക്കി എഴുതാം. പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ സ്ക്വയർ. അപ്പൊ 1 ബൈ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ സ്ക്വയർ ആയി മാറും. ഇനി ഇവിടെ നമ്മുടെ എക്സിന്റെ സ്ഥാനത്ത് വരുന്ന വേരിയബിള്
പി എൻ ആണ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് പകരം ഇവിടെ നമ്മുടെ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് വരുന്നത്. സോ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റി നമ്മൾ ഈ പി എൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പ്രോബിലിറ്റി ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് പി എൻ മൈനസ് ഈ മ്യൂ എന്ന് പറയുന്നത് എക്സിന്റെ എക്സ്പെക്ടഡ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ ആണ്. അല്ലെ, മനസ്സിലാവില്ലേ നിങ്ങൾക്ക് എഴുതുന്നത്? നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ എന്ന് പറയുമ്പോൾ മ്യൂ എന്ന് പറയുന്നത് എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണത്. ഇ ഓഫ് എക്സ് ആണ് മ്യൂ. അപ്പൊ ഇവിടെ നമ്മുടെ വേരിയബിൾ പി എൻ ആവുമ്പോൾ മ്യൂവിന്റെ സ്ഥാനത്ത് വരേണ്ടത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന്റെ വേരിയൻസ് ആണ്. അപ്പൊ ഇവിടെ വരേണ്ടത് വേരിയൻസ് ഓഫ് പി എൻ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ, സോറി കെ അല്ല എപ്സിലോൺ സ്ക്വയർ. അല്ലേ? മനസ്സിലായ? നമ്മുടെ ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റിനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്തത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് അറിയുന്ന ചെബിഷേവ്സ് ഇൻഇക്വാളിറ്റിയുടെ രണ്ട് ഫോം ആയിരുന്നു ഇത്. അപ്പൊ ഇതില് നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മുടെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്ററിൽ ഈ ഭാഗത്ത് വരുന്നത് അപ്സിലോൺ ആണ്. അതുകൊണ്ട് കെ സിഗ്മയ്ക്ക് നമ്മൾ അപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അപ്പൊ 1/k² നമുക്ക് സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഈ ഇൻഇക്വാളിറ്റിയുടെ ഫോമിൽ നമ്മൾ എക്സ് എന്ന വേരിയബിളിന് പകരം പി എൻ എന്നുള്ള വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം നമ്മൾ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ പി എൻ മൈനസ് മ്യൂവിന്റെ സ്ഥാനത്ത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് സിഗ്മ സ്ക്വയറിന്റെ സ്ഥാനത്ത് വേരിയൻസ് ഓഫ് പി എൻ ബൈ എപ്സിലോൺ സ്ക്വയർ. ഇതൊന്നും എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് probability that absolute value of Pn minus expected value of Pn നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? P എന്ന് കിട്ടിയിട്ടുണ്ട്. is less than or equal to epsilon is greater than or equal to 1 minus variance of Pn നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? PQ എന്ന് കിട്ടിയിട്ടുണ്ട്. വേരിയൻസ് നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ട്? PQ by N അല്ലേ? അല്ലേ, വേരിയൻസ് ഓഫ് Pn PQ by N അല്ലേ കിട്ടിയിരുന്നേ? ഓക്കെ, അപ്പൊ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ പി ക്യൂ ബൈ എൻ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതുവരെ എഴുതും. അപ്ലൈയിങ് ചെബിഷേവ്സ് ഇൻഇക്വാലിറ്റി ടു പി എൻ, അപ്ലൈയിങ് ചെബിഷേവ്സ് ഇൻഇക്വാലിറ്റി ടു ദ വേരിയബിൾ പി എൻ, applying Chebyshev inequality to the variable Pn, we get ഈ സ്റ്റെപ്പ് എഴുതാനായിട്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഭാഗം ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം മനസ്സിലാവാൻ വേണ്ടി, അത്രേ ഉള്ളൂ. നമുക്ക് ഇതേ ആവശ്യമുള്ളൂ ഈ പ്രോബ്ലത്തിന്. പി എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ ചെബിഷേവ് ഇനെക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് പി എൻ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 minus variance of Pn by epsilon square. നീ എക്സ്പെക്ടഡ് വാല്യൂവിനും വേരിയൻസിനും അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയോ? എഴുതി. ഇപ്പൊ നമ്മള് നിർത്തുന്നത് probability that absolute value of Pn minus P less than epsilon is greater than or equal to 1 minus PQ by N epsilon square. ഇനി നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലാർജ് സാമ്പിൾ പ്രോപ്പർട്ടി ആണ് അല്ലേ? സോ when n tends to infinity PQ by N epsilon square will tend to 0 അല്ലേ? എന്റെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ സാമ്പിൾ സൈസ് ലാർജ് ആവുന്നതോറും PQ by N epsilon square will tend to 0.
This implies probability that absolute value of Pn minus P less than epsilon tends to 1 when n tends to infinity. ഈ ഭാഗം സീറോയിലോട്ട് പോവാണ്. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ പ്രോബിലിറ്റി ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Pn മൈനസ് പി ലെസ് ദാൻ എപ്സിലോൺ ആവാനുള്ള പ്രോബിലിറ്റി 1 ടെൻഡ് ചെയ്യണം. ഇപ്പോ സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന സമയത്ത്, which implies Pn converges in probability to P, which implies Pn is a consistent estimator for P. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Pn is a consistent estimator of P. That is, sample proportion is a consistent estimator of population proportion. മനസ്സിലായോ? മനസ്സിലായി. ഒന്നുകൂടി പറയണോ? മനസ്സിലായി. Clearly PQ by n epsilon square tends to 0. PQ by n epsilon square tends to 0 as n tends to infinity. Therefore, probability that absolute value of Pn minus P less than epsilon, probability that absolute value of Pn minus P less than epsilon tends to 1, probability that absolute value of Pn minus P less than epsilon tends to 1 when n tends to infinity. Implies Pn converges in probability to P. Pn converges in probability to P. Implies Pn is a consistent estimator of P. So it will be difficult to check the convergence of T to theta in probability for each and every estimate. അല്ലേ? അതായത് നമ്മൾ ഓരോ എസ്റ്റിമേറ്റർ ടിയും തീറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സഫീഷ്യന്റ് കണ്ടീഷൻസ് എന്നാ പറയുക അതിന്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യെങ്കിൽ ആ എസ്റ്റിമേറ്ററിനെ പാരാമീറ്ററിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമുക്ക് നമ്മളിപ്പോ ചെയ്ത പോലെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഇതിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി എളുപ്പമല്ല ചെയ്യല്. സോ അതിനെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് കണ്ടീഷൻസ് ഫോർ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് 1-2 കണ്ടീഷൻസ് സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എസ്റ്റിമേറ്റർ കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ സഫീഷ്യന്റ് കണ്ടീഷൻസ് for consistency എന്ന് പറയാം. Okay. Sufficient conditions for the consistency of an estimator. Sufficient conditions for the consistency of an estimator. പാല് കൊണ്ടുവരോ?
it will be difficult to check convergence. It will be difficult to check convergence of T. It will be difficult to check the convergence of T to theta in probability. It will be difficult to check the convergence of T to theta in probability for each and every estimate. For each and every estimate. For each and every estimate. Hence, some conditions are derived. Hence, some conditions are derived for checking the consistency of an estimator. Some conditions are derived for checking the consistency of an estimator. An estimator Tn is such that an estimator Tn, next line ആയിട്ട് താഴെ എഴുതാം. An estimator Tn is such that expected value of Tn equal to theta. Expected value of Tn tends to theta. Expected value of Tn tends to theta and variance of Tn tends to 0. Capital T and small t ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. Variance of Tn tends to 0 as n tends to infinity. Then the estimator Tn is said to be consistent for theta. Then the estimator Tn is said to be consistent for theta. എന്താ പറഞ്ഞത്? ഒരു estimator Tn is such that expected value of Tn theta-ലോട്ട് ടെൻഡ് ചെയ്യുന്നു, variance of Tn 0-ലോട്ട് പോകുന്നു. ഇപ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ Tn is said to be a consistent estimator of theta. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ പ്രോബബിലിറ്റിയുടെ കൺവേർജൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് എസ്റ്റിമേറ്റർ ആണോ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് നോക്കേണ്ടത്, അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ കണ്ടുപിടിക്കുക. അത് നമ്മുടെ അൺനോൺ പാരാമീറ്റർ ആയിട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ആ എസ്റ്റിമേറ്ററിൽ വേരിയൻസ് കാണുമ്പോൾ അത് 0-ലോട്ട് ടെൻഡ് ചെയ്യണം. ഇപ്പോ സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന കേസിൽ ഈ രണ്ട് കണ്ടീഷൻസും ഒരു എസ്റ്റിമേറ്റർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ Tn is said to be consistent for theta. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ അത്രയും ലെങ്തി പ്രൂഫ് എഴുതേണ്ട ആവശ്യം വരില്ല ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പൊ സഫിഷ്യന്റ് കണ്ടീഷൻസ് ഫോർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് Tn tends to theta, variance of Tn tends to 0 when n tends to infinity. ഈ രണ്ട് കണ്ടീഷൻസിനെയാണ് നമ്മൾ സഫിഷ്യന്റ് കണ്ടീഷൻസ് ഫോർ കൺസിസ്റ്റൻസി എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളിനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം കുറച്ചുകൂടി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എഴുതും. ഷോ ദാറ്റ്, ഒന്നും കൂടി എഴുതും. ഷോ ദാറ്റ് the sample proportion is consistent for
population proportion. Show that the sample proportion is consistent for population proportion. ഇവിടെ ശ്രദ്ധിക്കാം, സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ x1, x2, x2, etc. xn. We are random sample of size n from V1 P. E of xi നമുക്കറിയാം P ആണ്. വേരിയൻസ് ഓഫ് xi നമുക്കറിയാം P into Q ആണ്, അല്ലെ? നമ്മൾ Pn എന്ന് പറയുന്നതാണ് നമ്മുടെ 1/n summation xi denote the sample proportion. അത് നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എഴുതിയതാണ്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ചെബിഷോസ് ഇനിക്വാളിറ്റി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്തു. ഇവിടെ അതിന് വേണ്ടി നമ്മൾ അതിന് പകരം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ കണ്ടുപിടിച്ചു. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 1/n summation xi. നമ്മൾ 1/n summation പുറത്തെടുത്ത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് xi എഴുതി. That is 1/n into summation p. That is 1/n into np equal to p. എന്നെ ക്യാൻസൽ ചെയ്തു. ഇനി വേരിയൻസ് ഓഫ് പി എൻ കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് 1/n summation xi, 1/n പുറത്തേക്ക് വരുമ്പോൾ 1/n സ്ക്വയർ എന്നാവും. സമ്മേഷൻ വേരിയൻസ് ഓഫ് xi 1/n സ്ക്വയർ into npq എന്ന് കിട്ടും. That is pq by n. ഇവിടെ നോക്കുക, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ എന്ന് പറയുന്നത് പി ആണ്. വേരിയൻസ് ഓഫ് പി എൻ ഈക്വൽ ടു pq by n tends to 0 when n tends to infinity. അല്ലെ? സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ pq by n എന്തിലോട്ടേ ടെൻഡ് ചെയ്യുള്ളൂ? 0യിലോട്ട്. കാരണം ഡിനോമിനേറ്ററിലെ വാല്യൂ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ pq by n will tends to 0. അപ്പൊ സഫിഷ്യന്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ pn is said to be a consistent estimator of p. മനസ്സിലായോ? ഇത് കുറച്ചുകൂടി എളുപ്പമായില്ലേ നമുക്ക്? ഏത് എസ്റ്റിമേറ്റർ ആണോ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് കാണിക്കേണ്ടത്, ആ എസ്റ്റിമേറ്ററിന്റെ എക്സ്പെക്ടഡ് വാല്യൂയും വേരിയൻസും കാണാം. എക്സ്പെക്ടഡ് വാല്യൂ നമ്മുടെ പാരാമീറ്റർ ആയിട്ട് തന്നെ കിട്ടണം. വേരിയൻസ് 0യിലോട്ട് ടെൻഡ് ചെയ്യണം സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ എസ്റ്റിമേറ്ററിനെ പാരാമീറ്ററിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. മനസ്സിലായോ? പരീക്ഷയ്ക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഏറ്റവും എളുപ്പമുള്ളത് എന്താണോ അത് എഴുതിക്കോളൂ. എഴുതൊക്കെ ലൈക്ക് x1, x2, etc. xn, x1, x2, etc. xn. Be a random sample from a Bernoulli population B1P. From a Bernoulli population B1P. Then P of xi equal to P and variance of xi PQ. Let Pn equal to 1/n summation xi. Denote the sample proportion. Denote the sample proportion. Then ബാക്കി ബോർഡിലുണ്ട് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് പി എൻ കാണാം, വേരിയൻസ് ഓഫ് പി എൻ. ഇതുവരെ എഴുതുക കേട്ടോ, ഇതുവരെ എഴുതുക, ബാക്കി ഞാൻ പറഞ്ഞത്.
expected value of Pn equal to P. Variance of Pn equal to PQ by N. Variance of Pn equal to PQ by N. Tends to 0 when n tends to infinity. When n tends to infinity. So that Pn is consistent for P. So that Pn is consistent for P. Area. മിസ് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. Show that the sample mean x bar. Show that the sample mean x bar. Show that the sample mean x bar is consistent. Show that the sample mean x bar is consistent for the population mean mu. Show that പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. Show that the sample mean x bar is consistent for population mean mu. Sample mean x bar is consistent for population mean mu. ശ്രദ്ധിക്കുക, എങ്ങനെ പ്രൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. Let x1, x2, etc. xn denote a random sample of size n taken from a population mean mu and variance sigma square. Okay, x1, x2, etc. xn എന്ന് പറയുന്നത് മീനും മ്യൂവും നോർമൽ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇനി പോപ്പുലേഷൻ ആവാം. മീനും മ്യൂ ആയിട്ടും വേരിയൻസിന് സിഗ്മ സ്ക്വയർ ആയിട്ടും ഡിനോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. So x1, x2, etc. xn denote a random sample of size n from a population with mean mu and variance sigma square. Let x bar equal to 1 by n summation xi denote the population, the sample mean. X bar ആണ് sample mean. നമുക്ക് ഈ x bar ആണ് മ്യൂവിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം x bar sample mean ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? sample mean follows n mu sigma square by n. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കും. അതിന്റെ മീനും മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മ്യൂവും വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ എന്നുമാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ വേരിയൻസ് ഓഫ് എക്സ് ബാർ tends to 0 as n tends to infinity. അല്ലേ? സാമ്പിൾ സൈസ് ലാർജ് ആവുന്നതോറും അല്ലെങ്കിൽ n ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതോറും സിഗ്മ സ്ക്വയർ ബൈ n എന്തിലോട്ട് പോകും? 0 ടെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ സഫിഷ്യന്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് എക്സ് ബാർ ഈസ് സെറ്റ് ടു ബി എ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. മനസ്സിലായോ? സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീനിന്റെ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെന്നും അതിന്റെ മീൻ മ്യൂ ആണെന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n ആണെന്നും നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇ ഓഫ് എക്സ് ബാർ നമുക്ക് മ്യൂന്ന് കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ വേരിയൻസ് 0 ടെൻഡ് ചെയ്യണം സാമ്പിൾ സൈസ് ലാർജ് ആവുമ്പോൾ. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് ബാർ tends to 0 as n tends to infinity. So sufficient conditions for consistency are satisfied. Hence x bar is a consistent estimator of population mean mu. മനസ്സിലായോ? വളരെ എളുപ്പമാണ് ഈ രീതിയിൽ പ്രൂവ് ചെയ്യാൻ. മനസ്സിലായോ? എന്താ പറഞ്ഞ? ക്ലിയർ ആയി മിസ്. എഴുതുക. Let x1, x2, etc. xn
x1, x2, etc. xn denote a random sample of size n from a population with mean mu and variance sigma square. Let x bar equal to 1 by n summation xi denote the sample mean. X bar denote the sample mean. Amma. Also we know that x bar follows n mu sigma square by n. Also we know that x bar follows n mu sigma square by n. ആ വാതിലൊക്കെ അടച്ചിടോ അവന്റെ കുട്ടീനെ തുറന്നിടാൻ. Then E of x bar equal to mu, and variance of x bar equal to sigma square by n. Variance of x bar tends to 0. Here, variance of x bar tends to 0 as n tends to infinity. Variance of x bar tends to 0 as n tends to infinity. Hence, sufficient conditions for consistency are satisfied, implies x bar is a consistent estimator for mu. Insufficient consistent which implies sample mean is a consistent estimator of population mean. Sample mean is a consistent estimator of population mean. Video. Next is show that sample variance is consistent for population variance. Show that sample variance is consistent for population variance. ശ്രദ്ധിക്കുക, നമ്മൾ as usual x1, x2, etc. xn denote a random sample of size n taken from a normal population n mu sigma square. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് സ്ക്വയർ എന്നാണ്. എസ് സ്ക്വയർ ഈക്വൽ ടു 1 by n summation I equal to 1 to n xi minus x bar the whole square denote the sample variance. പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് n s square by sigma square follows chi square with n minus 1 degrees of freedom. സാമ്പിൾ വേരിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തതാണ് n s square by sigma square follows chi square with n minus 1 degrees of freedom.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു n-1. കാരണം കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത ഇപ്പൊ എക്സ് ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n ആണെങ്കിൽ, അതായത് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഫോളോസ് കൈ സ്ക്വയർ n ആണെങ്കിൽ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയായിരിക്കും ഇ ഓഫ് എക്സ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വന്നു, എന്നിന്റെ സ്ഥാനത്ത് n-1 വന്നു. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയായിരിക്കും. അത് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകതയാണ്. കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയാണ്. ഇ ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഈസ് n-1. ഓൾസോ വേരിയൻസ് ഓഫ് എൻ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഈസ്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? വേരിയൻസ് ഓഫ് എക്സ് എന്താ വരിക? 2n അല്ലെ, 2 ടൈംസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ അത് ഇവിടെ വരുമ്പോ 2 ടൈംസ് n-1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് s സ്ക്വയർ ഈക്വൽ ടു n-1, which implies expected value of s square equal to n-1 into sigma square divided by n. അല്ലെ, ഇത് നമ്മള് ഒരു n പുറത്തേക്ക് എടുത്താൽ n into 1 minus 1 by n divided by n into sigma square. നമുക്ക് എന്ത് കിട്ടി? 1 minus 1 by n into sigma square. E of s square എന്ന് പറയുന്നത് E of s square equal to 1 by 1 minus n into 1 minus 1 by n into sigma square. ഇനി ഇവിടെ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോ E of s square എന്തിലോട്ട് ടെൻഡ് ചെയ്യുന്നു? ടെൻസ് ടു സിഗ്മ സ്ക്വയർ അല്ലെ. n ലാർജ് ആവുന്നതോറും 1 by n ടെൻസ് ടു 0. When n tends to infinity, 1 by n tends to 0. 1 minus 1 by n tends to 1. So E of s square sigma square ലോട്ട് ടെൻഡ് ചെയ്യണമെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് s സ്ക്വയർ 0 ടെൻഡ് ചെയ്യണമെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സാമ്പിൾ വേരിയൻസ് ഈസ് ആൻ കൺസിസ്റ്റന്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. സാമ്പിൾ വേരിയൻസിനെ s സ്ക്വയർ ആയിട്ടും പോപ്പുലേഷൻ വേരിയൻസിനെ സിഗ്മ സ്ക്വയർ ആയിട്ടും എടുത്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പെക്ടഡ് വാല്യൂ വേരിയൻസും എഴുതി. അതിൽ നിന്ന് ഇ ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 minus 1 by n sigma square കിട്ടി, which tends to sigma square when n tends to infinity. ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായോ അത്രയും? മനസ്സിലായി. Let x1 x2 etc xn x1 x2 etc xn be a random sample of size n, be a random sample of size n, be a random sample of size n taken from n new sigma square. Let s square equal to 1 by n summation I equal to 1 to n xi minus x bar the whole square. ഇത് s square equal to വാലടച്ചിട്ടാളാ 1 by n summation I equal to 1 to n xi minus x bar the whole square denote the sample variance, and sigma square denote the population variance, and sigma square denote the population variance. Full stop. We know that n square by sigma square follows chi square with n minus 1 degrees of freedom. We know that n square by sigma square follows chi square with n minus 1 degrees of freedom, which implies expected value of n square by sigma square equal to n minus 1. Variance of n square by sigma square equal to 2 into n minus 1. Implies expected value
s square equal to expected value of s square equal to n minus 1 by n into sigma square. ഇത് ബോർഡിലുള്ള ഈ ഭാഗം expected value of s square equal to n minus 1 by n into sigma square, which is equal to 1 minus 1 by n into sigma square. Square ഉണ്ട്. 1 minus 1 by n into sigma square. Expected value of s square equal to 1 minus 1 by n into sigma square, which tends to sigma square when n tends to infinity. Video. Now variance of n square by sigma square equal to 2 times n minus 1 implies എന്തായാലും n square by sigma raised to 4 into variance of s square. Constant പുറത്ത് വരുമ്പോൾ സ്ക്വയർ ചെയ്യണം. n by sigma square constant ആണ്, പുറത്തേക്ക് വരുമ്പോൾ n square by sigma raised to 4. Variance of s square equal to 2 into n minus 1, which implies variance of s square equal to 2n minus 1 sigma raised to 4 by n square. അതായത് നിന്ന് ഒരു n പുറത്തേക്ക് എടുത്താൽ 1 minus 1 by n sigma raised to 4, 2 by n into 1 minus 1 by n sigma raised to 4 ആവും. ഇവിടെ നിന്ന് n പുറത്തെടുക്കുമ്പോൾ ഇതൊക്കെ ഒരു n ക്യാൻസൽ ചെയ്തു പോകും. 2 into 1 minus 1 by n divided by n into sigma raised to 4. This tends to 0 as n tends to infinity. This tends to 0 as n tends to infinity. That is expected value of s square tends to sigma square and variance of s square tends to 0 implies s square is consistent for sigma square. S square is consistent for sigma square. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? മിസ് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായില്ലേ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഴുതി തന്നെ പഠിക്കുക. വായിച്ചു പഠിച്ചാലൊന്നും കിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും മാത്സ് ആയാലും എഴുതി പഠിക്കണം. വായിച്ചു പഠിച്ച് പരീക്ഷയ്ക്ക് പകുതി വഴി എത്തുമ്പോൾ കിട്ടാതാവും. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് എടുക്കാം.